വിലക്കയറ്റത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സിപിഎം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഓഫീസ് ഉപരോധിച്ചു. പുലമുട്ട് ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായെത്തിയാണ് പ്രവർത്തകർ ഉപരോധം നടത്തിയത്. യോഗം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ കാസിം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനം ദിശ തെറ്റിയാണ് നീങ്ങുന്നതെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാതെ ഗ്രൂപ്പ് പോരുകളും തമ്മിൽ തല്ലും ഉണ്ടാക്കാനാണ് സർക്കാരിന്റെ താൽപര്യമെന്നും ഇ കാസിം ആരോപിച്ചു. വിലക്കയറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഓണക്കാലം കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്നുള്ള രീതിയിൽ തന്നെ ഓണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും എല്ലാവർക്കും സുഭിക്ഷമായിട്ട് കഴിയാനുള്ള ഒരവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏതൊരു ഭരണാധികാരികളും ശ്രദ്ധിക്കുന്ന കാര്യം. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭരണ സംവിധാനം മറ്റൊരു വഴിക്കാണ് തിരിയുന്നത്. ഇതൊന്നും ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല. തനിക്കും തന്റെ കക്ഷികളും അതുപോലെ തന്നെ പാർട്ടിയിലുള്ളവർക്കും തമ്മിനെ അങ്ങോട്ട് അടിക്കാനും തമ്മി ഗർവ് ആത്മഹത്യമെല്ലാം വെച്ച് പുലർത്തിക്കൊണ്ട് ഗ്രൂപ്പും അതുപോലെ തന്നെ മറ്റും തമ്മിലടികളും നടത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ നീക്കാനാണ് അവർ വ്യാമോഹിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സിപിഎം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി SR രമേശ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി രവീന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് പി ഐഷ പൂറ്റി MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M ബാബു, G സുന്ദരേശൻ, A അജി, K ഹർഷകുമാർ, ആറ്റുവാശ്ശേരി അജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.